Assalamualaikum. Welcome back to ZAIN'S WONDER WORLD. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. ഓവറായിട്ട് പഴുത്തു പോയ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കി തുടങ്ങാം. പഴം കൊണ്ടുള്ള സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 4 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച കാര്യം ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്തു പോയി. അപ്പോൾ ഇനി നന്നായിട്ട് പഴുത്ത ഈ പഴം കൊണ്ട് ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ 4 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര ഉണ്ട്, 2 ഏലക്കായ ഉണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് തരാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ പഴം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി അടിച്ചെടുത്താണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ച് കുറച്ച് മൈദയാണ്, 1/4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് കരിഞ്ജീരകവും ഒരു പിഞ്ച് ഉപ്പുമാണ്. ഇനി ഇതെല്ലാം കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പഴവും മൈദയും റവയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തത്, അതുകൂടി ചേർക്കാം. ഇത് അധികം കുറുകി പോയാൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ച കരിഞ്ജീരകവും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് ഞാൻ വറുത്തെടുത്തിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വേണേൽ വറുത്തെടുക്കാം, ഞാൻ വറുത്തിട്ടൊന്നുമില്ല. ഇനി തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ, ഒറ്റ കുറുകിയ പോലെ തോന്നുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടില്ല, അത് മുഴുവൻ ഒഴിച്ച് കൊടുക്കണില്ല, ഇത്ര ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതേപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ എണ്ണ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള, ഇതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല, ഇഷ്ടമുള്ള വലിപ്പത്തിലും ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ഭാഗം പാകമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുത്ത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പഴവും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓവറായിട്ട് പഴുത്തു പോയ പഴം കളയാനൊന്നും നിൽക്കണ്ട, ഇതുപോലെ ഓരോ സ്നാക്ക് ഉണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ്. അധികമായിട്ട് ഓയിലൊന്നും കുടിക്കുകയില്ല. ഞാൻ ഒഴിച്ചു കൊടുത്ത ഓയിലൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇത് പിന്നെ ഓവറായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവില്ല കേട്ടോ, കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഏത് പല്ലില്ലാത്തവർക്കും ഇത് കഴിക്കാൻ പറ്റും. അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.